കഴിഞ്ഞ തവണ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചേച്ചി കൊണ്ടുവന്നതായിരുന്നു ഈ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ആപ്പിൾ ജാമ്പയാണിത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറിൽ നിൽക്കുന്ന കാണാനായിട്ട് നമുക്ക് അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പക്ഷേ അങ്ങനെ കഴിച്ചേക്കരുത് കേട്ടോ. കാരണം ഇതിൽ നിറയെ പുഴുക്കളാണ്. കാണുന്ന ഭംഗിയൊന്നും അകത്തില്ല കേട്ടോ. നിറയെ പുഴുക്കളാണേ. ഞങ്ങളങ്ങനെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ മഴ പെയ്തിട്ടാണോ എന്നറിയില്ല, ഇതിൽ നല്ല പുഴുക്കളായിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയും നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്ന് ഓർത്ത്. നമുക്കത് കണ്ടാലും കഴിക്കാൻ തോന്നും. പക്ഷേ വെട്ടി നോക്കുമ്പോഴത്തേക്കും അതിൽ നിറയെ പുഴുക്കളാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിയത്തില്ല. ഇത് എങ്ങനെയാണ് പുഴുക്കളാകുന്നതെന്നും അറിയത്തില്ല. അതിൻ്റെ പുറം ഭാഗം കണ്ടാൽ നമുക്കങ്ങനെ പുഴുള്ളതായിട്ട് തോന്നത്തുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഈ ജാമ്പയ്ക്ക ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിത് എന്തായാലും നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ പുഴുക്കളാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ള കളറും മഞ്ഞ കളറുമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അകത്ത് ഇഷ്ടം പോലെ പുഴുക്കളായിരുന്നു. ഇതാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. ഞാനും കൃത്യയും കൂടെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഒരുവിധം ഇതെല്ലാം വൃത്തിയാക്കി കുറച്ച് പോർഷനെങ്കിലും ഉണ്ടെങ്കിൽ കളയണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചെറുതാക്കി പീസാക്കി വെട്ടിയെടുക്കുന്നത്. അവസാനം ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഇഷ്ടം പോലെ വേസ്റ്റായിട്ടാണ് കേട്ടോ വന്നത്. ഒരുപാടും ഇത്ര മാത്രമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ലാസ്റ്റ് അത് ഉപ്പും മുളകും അതുപോലെ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ഇനി ഈ ജാമ്പയ്ക്ക ഒന്ന് ട്രൈ ചെയ്യുന്നത്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പീസ് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങളിതെല്ലാം ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കഴിക്കുന്നൊരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.